വാർത്തകളിലേക്ക് വിശദമായി. നോക്കുകൂലി നൽകാത്തതിന് പാലക്കാട് ആലത്തൂരിൽ പ്രവാസി വ്യവസായിയെ ചുമട്ട് തൊഴിലാളികൾ മർദ്ദിച്ച സംഭവത്തിൽ പരാതി പിൻവലിപ്പിക്കാൻ ശ്രമം. ആലത്തൂർ സ്വദേശി ദീപകിനെ മർദ്ദിച്ച സംഭവത്തിലാണ് നോക്കുകൂലി ആവശ്യപ്പെട്ടവരെ സംരക്ഷിക്കാൻ നീക്കം നടക്കുന്നത്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി ചേർന്നു. പ്രസാദ്, പരാതി ഏത് രീതിയിലാണ് വന്നിരിക്കുന്നത്? ആർക്കെതിരെയെല്ലാമാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്? അപർണ, 2 ദിവസം മുമ്പാണ് ചുമട്ടുതൊഴിലാളികൾ CITയിലെയും INTUCയിലെയും പെട്ട ചുമട്ടുതൊഴിലാളികൾ നോക്കുകൂലി കൊടുക്കാത്തതിന്റെ പേരിൽ വ്യവസായിയെ മർദ്ദിച്ചിട്ടുള്ളത്. ഇവിടെ എന്നോടൊപ്പം നിൽക്കുന്ന ദീപകിനാണ് ക്രൂരമായ മർദ്ദനമേറ്റുള്ളത്. ദീപക്കും തൊട്ടടുത്തുള്ളത് അക്ബർ അലിയുമാണ്. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഏറെക്കാലം വിദേശത്തായിരുന്നു. അവിടെ നിന്നും ജോലി അവസാനിപ്പിച്ച് നാട്ടിലൊരു സംരംഭം തുടങ്ങാൻ വേണ്ടിയാണ് അവർ ഇവിടെ എത്തിയിരുന്നത്. ആദ്യം ഇവർ നടത്തിയ ഒരു സംരംഭം പരാജയപ്പെടുകയും പിന്നീട് രണ്ടാമതാണ് ഇപ്പോൾ ഈ ഷീറ്റ് ഉൾപ്പെടെയുള്ള വിൽക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ പേരിലാണ് ഇപ്പോൾ ഇവിടെ ഈ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി രാത്രി ലോഡ് വന്നു. അത് ഇറക്കാതെ ഇവർ തന്നെ ഇറക്കി. ദീപക് മാത്രമാണ് അന്ന് ഇറക്കി, അല്ലെ? ദീപക്കും അക്ബർ അലിയും കൂടി ചേർന്ന് ഇറക്കി. അത് പിന്നീട് അതിന്റെ പേരിൽ നോക്കുകൂലി ചോദിച്ചാണ് മർദ്ദനം, ഇവർക്ക് രണ്ടുപേർക്കും മർദ്ദനം ഏറ്റുള്ളത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പുതിയ സംഭവം എന്ന് പറയുന്നത് ഈ പരാതി പിൻവലിക്കണം, അല്ലെങ്കിൽ ഈ സ്ഥാപനം മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, രണ്ടുപേരോട് കൂടി ചോദിക്കാം. ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു പ്രതിസന്ധി എന്താണ്? ഇപ്പോഴത്തെ പ്രതിസന്ധി, ഇവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് കട നമുക്ക് ലോഡ് ആൾക്കാർക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ഇവരിടയ്ക്ക് വരും, ഇവിടെ വന്ന് നിൽക്കും. എന്നിട്ട് ആൾക്കാർ വരുമ്പോൾ ഞങ്ങളെ മാത്രമേ കയറ്റുള്ളൂ, ഇല്ലാതെ കയറ്റാൻ സമ്മതിക്കില്ല. അതൊക്കെ പറഞ്ഞ് ഇവിടെ തന്നെ നിൽക്കണം, നമുക്ക് ലോഡ് വിടാൻ സമ്മതിക്കുന്നില്ല. ഈ പരാതി പിൻവലിക്കണം എന്നുള്ളതാണോ ഇപ്പോഴത്തെ അവരുടെ ആവശ്യം? പരാതി പിൻവലിക്കണം എന്നാണ് അവരുടെ ആവശ്യം. പരാതി പിൻവലിച്ചില്ലെങ്കിൽ പിൻവലിക്കാനുള്ള ഉദ്ദേശം എനിക്കില്ല. ഞാൻ കേസ് എനിക്ക് അടി കിട്ടിയത് എനിക്ക് അതിനെ കൊണ്ട് ആർക്കും എന്നെ തല്ലാനുള്ള അധികാരമൊന്നും ആരും കൊടുത്തിട്ടില്ല. എൻ്റെ വീട്ടുകാർ വരെ എന്നെ തല്ലിയിട്ടില്ല. സ്വന്തം അച്ഛനും അമ്മയ്ക്ക് പോലും മക്കളെ തല്ലാനുള്ള അധികാരമില്ലാത്ത ഈ നാട്ടിൽ പിന്നെ എന്നെ തല്ലേണ്ട ആവശ്യം അവർക്കില്ലല്ലോ. അപ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശം. പുറകോട്ട് പോകാനുള്ള ഉദ്ദേശമില്ല. ഒരു സ്ഥാപനം നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ഭീഷണിയാണ് അവരെന്താ? അതെ, കട അടയ്ക്കാൻ നമ്മൾ വീഡിയോയിലുണ്ടായിരുന്നു. കട അവർ തന്നെ വന്ന് തല്ലി വെളിയിലാക്കിയതിന് ശേഷം അവർ കട അടച്ചു. ഈ കട ഇന്നലെ ഉച്ചയ്ക്കിലും വന്നിട്ട് ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്? ഇവിടെ കയറ്റാനും ഇറക്കാനും പറ്റില്ല, കട അടയ്ക്കാൻ ഞാൻ തയ്യാറില്ല പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം അവർ വന്നിട്ടുണ്ടായിരുന്നു, കട അടയ്ക്കാൻ ഞാൻ തയ്യാറില്ല, നിങ്ങളുടെ പ്രശ്നം കയറ്റലും ഇറക്കലല്ലേ, അത് നിങ്ങൾക്ക് വേണം തടഞ്ഞോളിയും പറഞ്ഞു. എന്നിട്ട് SI വരുന്ന വരെ 5 മണി വരെ, ഉച്ചയ്ക്ക് 12 മണിക്ക് കയറ്റിയ ലോഡ് 5 മണിക്ക് SI വന്നതിന് ശേഷം ആ ലോഡ് വെളിയിലേക്ക് ഇറങ്ങിയത്. അതുവരെക്കുള്ള ഞങ്ങൾക്ക് നഷ്ടം. ഇത് ഞങ്ങൾ നടക്കുന്നത് പേയ്മെൻറ്റ്, ഇത് വിറ്റിട്ടുള്ള പേയ്മെൻറ്റ് കൊടുക്കുക. 10 ദിവസം പേയ്മെൻറ്റിന് നമ്മൾ എടുക്കുന്നത്. ഈ 10 ദിവസം കഴിഞ്ഞാൽ നമുക്ക് 1 കിലോയിൽ 1 രൂപ വെച്ച് കൂടും. അപ്പോൾ ആ കയ്യിൽ നിന്ന് നമുക്ക് അത്രയും നഷ്ടം വരും. ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി, ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഇനി ഞങ്ങൾക്ക് 7 ദിവസം കൊണ്ട് ഞങ്ങളുടെ ഇതിന് പേയ്മെൻറ്റ് ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ 1 കിലോൻ്റെ 1 രൂപ വെച്ച് അഡീഷണൽ കൂടും. പിന്നെ നമുക്ക് ഇത് വിൽക്കുന്ന ലാഭമില്ല. ഇതിൽ നമുക്ക് ആ 1 രൂപ 1.25 രൂപയ്ക്കാണ് ഒരു പൈപ്പിൽ വരുന്ന ലാഭം, നമ്മുടെ ഈ ലോഡിങ് ചാർജും ഇതെല്ലാം കൂടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊന്ന് മൂവ് ആവട്ടെ. ഞങ്ങൾ മൂവ് ആയതിനു ശേഷം നിങ്ങൾക്കൊന്ന് കൂട്ടിത്തരാൻ പറഞ്ഞു. ആദ്യം 650 രൂപ മേടിച്ചു, പിന്നെ ഒരു 550 ആക്കി. ഞങ്ങൾ പറഞ്ഞു വേണ്ട, ലേബർ മുഖാന്തരമുള്ള എത്രയാണോ അത് ഞങ്ങൾ തരാം, ലോഡിങ് അൺലോഡിങ് കൂടിയിട്ട് നിങ്ങൾ ലോഡിങ് വരെ ഒന്ന് ഇറക്കിക്കോളി, കേറ്റിൻ്റെ കൂലിയും കൂടി ഞങ്ങൾ ചേർത്തിട്ട് വേണം ഒരു 350 രൂപ അഡീഷണൽ തരാം. ഈ നോക്കുകൂലി ആവശ്യപ്പെട്ട് വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണോ? ഇത് ആദ്യമായിട്ടാണ്. കാരണം ഞാൻ വിളിച്ചിരുന്നു, അതിൽ എൻ്റെ തെളിവുണ്ട്. ഞാൻ ഷിജു പറഞ്ഞിടത്ത് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത് 5:45 1 മിനിറ്റും 28 സെക്കൻഡ് സംസാരിച്ചു. ഈ സംഭവം നടക്കുന്ന അന്ന് വൈകുന്നേരം ഞങ്ങൾ ലോഡ് വരുന്നുണ്ട്, ലോഡ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇറക്കി തരണമെന്ന്. ഇതാണ് ആ കോൾ ലിസ്റ്റ്. എന്നിട്ട് അപ്പോൾ അവിടെ നിന്ന് മറുപടി എന്തായിരുന്നു? അവിടുന്ന് മറുപടി തന്നെ 5 മണിക്ക് ശേഷം ഞങ്ങൾ ലോഡ് ഇറക്കില്ല എന്ന് പറഞ്ഞു. ഇറക്കില്ല, അപ്പോൾ ലോഡ് അവിടെ നിർത്തിവെക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ലോറിക്കാരൻ അവിടുന്ന് കയറ്റുമ്പോൾ തന്നെ ഇതുപോലെ നിർത്തിവെച്ചാൽ ശരിയായില്ല, എനിക്ക് 5 മണിക്ക് പൊള്ളാച്ചിക്ക് ഓട്ടം ഉണ്ട്. കാരണം കൊറോണ ആയതുകൊണ്ട് ഇപ്പോൾ അധികം ഓട്ടങ്ങൾ കിട്ടുന്നില്ല, കിട്ടുന്ന ഓട്ടം ഞങ്ങൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ പൈസ തരാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഞങ്ങൾ ലോഡിംഗുകാരനെ പറഞ്ഞപ്പോൾ അതൊന്നും ഞങ്ങൾക്കറിയില്ല, 5 മണിക്ക് ശേഷം ഞങ്ങൾ ലോഡ് ഇറക്കില്ല എന്ന് പറഞ്ഞു. അത് കാരണം ഞങ്ങൾ നിർബന്ധം ഞങ്ങൾ ഇറക്കേണ്ടി വന്നു. പിന്നെ ഞങ്ങൾ ഇറക്കിയതിന് പിന്നെ അവർക്ക് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അവരുടെ ആവശ്യം നിങ്ങൾ പരാതി പിൻവലിക്കണം എന്നുള്ളതാണ്. പിൻവലിക്കണം എന്നാണ്. ഇതിനാരാണ് നിങ്ങളെ സമീപിച്ചിട്ടുള്ളത്? ഇവിടുത്തെ നേതാക്കന്മാരാണ്? 2 നേതാക്കന്മാരെ അവർ സമീപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇവൻ പറഞ്ഞു അടികൊണ്ട് എനിക്കല്ലേ, ഞാൻ ഇത് ആ കേസായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ് പറഞ്ഞു. അവരുടെ പേരുകൾ അറിയില്ലേ ഇവിടുത്തെ നേതാക്കന്മാർ? ഇല്ല, അവർ അത് ആദ്യമായിട്ട് കാണണത്. നമുക്കറിയാം, യൂണിയനിലെ ആൾക്കാരുടെ പേരറിയില്ല, ആ കണ്ട മുഖം വെച്ചിട്ടാണ് ആൾക്കാർ നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ പേരെ കൊടുത്തത്. 4 പേരുടെ പേര് കൊടുത്തത്, അതേഴ്സ് 10 പേരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു അടുത്ത നിലപാട് എന്താണ്? അടുത്ത നിലപാട് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. വേറെ തീരുമാനങ്ങളൊന്നുമില്ല. എന്നെ തല്ലിയ ആൾക്കാരുടെ അവർക്കുള്ള എന്താണ് നിയമപരമായിട്ട് എന്താ ചെയ്യാൻ പറ്റുക അത് അത്രത്തോളം നമ്മൾ ചെയ്യുക. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അല്ല, ഇതേപോലെ ഇതിങ്ങനെ അയക്കുന്ന എങ്ങനെ കേരളത്തിന് പിന്നെ ബിസിനസ് മുന്നോട്ട് പോവാം?
ഇത് കേരളത്തിൽ മാത്രം സംഭവിച്ചു. പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിലൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി വന്നത്. ഇവര് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞതിൽ എന്തായാലും പിന്മാറാൻ തയ്യാറില്ല. ഇവര് പറഞ്ഞു ഇവിടുത്തെ ജംഗ്ഷനിലേക്ക് പോയി പറഞ്ഞ ഏതറ്റം വരെ പോയാലും കട അടപ്പിക്കലാണ് പരിപാടി. പിന്നെ എന്തിനാ ഈ യൂണിയൻ കട അടപ്പിക്കുന്ന പറഞ്ഞു. ഇവിടെ വെച്ചിരിക്കാൻ സമ്മതിക്കില്ലെന്ന് അവർ പറഞ്ഞു നടക്കുന്നത്. അപർണ, ഇതാണ് ഉന്നയിച്ചിരിക്കുന്ന ഒരു ആവശ്യം. ഇവിടെ ഇവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് വ്യാപാരികളെല്ലാം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഈ കഴനിച്ചുങ്കത്ത് വ്യാപാരികളുടെ ഹർത്താൽ കൂടി നടക്കുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ വ്യാപാരി നേതാക്കളോട് കൂടി ചോദിക്കാം. ഈ മേഖലയിൽ ഇത്തരം ഒരു പ്രശ്നം, ഈ നോക്കുകൂലി പ്രശ്നം, ഇത് ആദ്യത്തേതാണോ? മുമ്പ് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, എന്റെ സ്ഥാപനത്തിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. താങ്കളുടെ പേരെന്ന് പറയുന്നത്? എന്റെ പേര് രതീഷ് എന്നാണ്. ഞാൻ കോൾഗേറ്റ് ഡിസ്ട്രിബ്യൂട്ടറാണ്. 2011 മുതൽ ഇവിടെ എന്റെ ഈ സ്ഥാപനമുള്ളതാണ്. ഇതേ ലോഡിംഗുകാർ തന്നെയാണ് ഇവിടെ സാധനം ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2019 ഡിസംബർ മാസത്തിൽ ഇതുപോലെ തന്നെ പ്രളയം വന്നിട്ട് സ്റ്റോക്ക് ഇവിടെ വന്നിട്ട് ഇതേ ലോഡിംഗുകാർ തന്നെ കയറ്റി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി. അത് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ അവരതിനെ ഞങ്ങളുടെ സ്റ്റാഫായിട്ട് ഇറക്കിയതിന് ലോഡിംഗുകാർ വന്നിട്ട് അതിന് നോക്കുകൂലി വേണം. അതായത് അതിന് ഇറക്കിയതിന് കൂലി തന്നാൽ മാത്രമേ ഇനി സ്ഥാപനത്തിൽ വേറെ സാധനം ഇറക്കൂ പറഞ്ഞിട്ട് അന്ന് ലോഡ് വന്ന ലോഡിനെ തടഞ്ഞു നിർത്തിയിട്ട് പ്രശ്നം ഉണ്ടാക്കുകയും എന്നെ മർദ്ദിക്കുകയൊക്കെ ചെയ്തതാണ്. ഇതേപോലത്തെ കേസ് തന്നെ, ഈ കേസ് തന്നെ നമ്മുടെ ആലത്തൂർ സ്റ്റേഷനിലുണ്ട്. എന്നിട്ട് നമ്മുടെ നേതാക്കന്മാരെല്ലാവരും കൂടി അവരോട് സംസാരിച്ച് ഒത്തുതീർപ്പാക്കി ഇനി മേലിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്ന് പറഞ്ഞതാണ്. നടപടികളൊന്നും ഉണ്ടായില്ല. അല്ല, അത് ഒത്തുതീർപ്പാക്കിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്തായാലും ലോഡിംഗുകാർ വരണം. ആ ലോഡിംഗുകാർ നമുക്ക് ആവശ്യമുണ്ട് എന്ന് കരുതി നമ്മളെ മർദ്ദിക്കാൻ വേണ്ടിയിട്ടല്ലോ. അപ്പം നമ്മളെല്ലാം ഇത് ഒത്തുചെയ്താണ്. അന്നും ഈ പറഞ്ഞ 3 പേര് തന്നെയാണ്, എസ്പെഷ്യലി ഈ പറഞ്ഞ 3 പേര് തന്നെയാണ്. അത് 26 പേരുള്ള യൂണിറ്റാണിത്. ഈ 3 പേർക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൈയേറ്റം ഭയങ്കരമായിട്ടുണ്ട്. അന്നത്തെ ഇത് എഴുതിയത് ഒത്തുതീർപ്പാക്കിയത് പോലീസ് സ്റ്റേഷനിലുണ്ട്. അന്നത്തെ ഇതെടുത്ത് പേര് നോക്കിയെന്ന് വെച്ചാൽ ഈ പറയുന്ന 3 പേരുടെ പേര് തന്നെയുണ്ട്. അതിനകത്ത് ലക്ഷ്മണൻ പറഞ്ഞ ആൾക്കാരുടെ ഇവരെല്ലാ പേരിന്റെ അതിൽ തന്നെയുണ്ട്. അപ്പൊ ഇത് 26 പേർക്കും ബാധിക്കുന്ന ഒരു കേസിൽ ഇവർ 3 പേര് മാത്രം കയ്യേറ്റം ചെയ്യുന്നത്. ഈ വ്യാപാരികൾ എന്ന നിലയ്ക്ക് നിങ്ങൾ ഈ പ്രശ്നത്തിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്താണ്? ഇന്നിപ്പോ ഹർത്താലെല്ലാം ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും നിലപാട്? നമ്മുടെ നേതാക്കന്മാർ പറയേണ്ടതാണ്. നേതാക്കന്മാർ ഇവരാണ്. ഇപ്പൊ ഇതുകൊണ്ട് എന്റെ സ്ഥാപനം ഇവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്തോട്ട് മാറ്റിയിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി കേൾക്കാം. എന്താണ് ഇനിയിപ്പോ ഈ വിഷയത്തിൽ നിങ്ങൾ വ്യാപാരികളെല്ലാം കൂടി എടുക്കുന്ന ഒരു നിലപാട് മുന്നോട്ട്? ചുമട്ടുതൊഴിലാളികളും വ്യാപാരികളും നല്ല സൗഹൃദത്തിൽ പോണ്ട ഈ അന്തരീക്ഷത്തിൽ നിർഭാഗ്യവശാൽ ഇത്തരത്തിലൊരു പ്രവർത്തനം നടന്നു. പല മേഖലയിൽ നിന്നും വ്യാപാരം നടത്തുന്ന വ്യവസായികൾക്ക് പല മേഖലയിൽ പല പീഡനങ്ങളും അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഈ സന്ദർഭത്തിലും ഇത്തരത്തിലുള്ള ചുമട്ടുതൊഴിലാളികളുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ വലിയൊരു വിഷയം, ഈ നീതിക്ക് നിരക്കാത്ത ഈ ഒരു വിഷയം വളരെ അപലനീയമാണ്. തീർത്തും ശരിയല്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനം കൊണ്ട് എങ്ങനെ വ്യാപാരം നമ്മുടെ ഈ രാജ്യത്ത് നടത്താൻ സാധിക്കും എന്നുള്ളത് വലിയൊരു ആശങ്കയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ യൂണിറ്റ് അതുപോലെ തന്നെ ഇതിനെതിരെ ശക്തമായ നിലപാട് എടുക്കണം എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഉച്ചവരെ ഹർത്താലാണ് നമ്മൾ കടയടപ്പ് സമരം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇതിനെതിരെ നല്ല രീതിയിലുള്ള ശിക്ഷാ മേലധികാരികൾ ഉണ്ടാവണം എന്നാണ് നമ്മുടെ യൂണിറ്റിന് വേണ്ടി പറയാനുള്ളത്. അപർണ, ഇതാണ്, അതായത് വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ നടപടി തന്നെ ഉണ്ടാകണം എന്നതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. റൈറ്റ്. പ്രസാദ് ഉടുമ്പശ്ശേരി, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. നോക്കുകൂലിയുടെ പേരിൽ തോന്നിവാസം വ്യവസായികൾ, അതും പ്രവാസി വ്യവസായം മർദ്ദിച്ച വ്യാപാരികൾ പ്രതിഷേധവുമായി കടയടക്കൽ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയത്തിൽ പുറത്തു വന്നിരിക്കുന്ന രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണ് എന്നാണ്. റെഡ് ക്രസന്റ് ഉപകരാർ നൽകിയ യൂണിടാക് എനർജി സൊല്യൂഷൻസ് എന്ന കമ്പനിയുമായി സർക്കാരിന് ഒരു ബന്ധവുമില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എത്ര തെറ്റായ നടപടിയാണ്. എല്ലാ ഘട്ടത്തിലും ഈ ഇടപാടിൽ സർക്കാരിന്റെ സാന്നിധ്യമുണ്ട്, സർക്കാരിന്റെ നേതൃത്വമുണ്ട്, സർക്കാരിന്റെ ഇടപെടലുണ്ട്. സർക്കാർ യൂണിടെക്കുമായി നേരിട്ട് ഇടപെടുകിയതിന്റെ രേഖകളാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നിരിക്കുന്നത്. യൂണിടാക് പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കി സമർപ്പിച്ചത് തന്നെ ലൈഫ് മിഷനായിരുന്നു. 2019 ഓഗസ്റ്റ് 22 ആ രൂപരേഖ പരിശോധിച്ച് ലൈഫ് മിഷൻ അംഗീകരിച്ചു.
2019 ഓഗസ്റ്റ് 26 ലൈഫ് മിഷൻ അതിന്റെ സിഇഒ UV ജോസ് റെഡ് ക്രസന്റിന് നൽകിയ കത്തിൽ പറയുന്നത് യൂണിടെക്കിന്റെ പ്ലാൻ തങ്ങൾ പരിശോധിച്ചെന്നും ആ പ്ലാൻ ഗംഭീരമാണെന്നും അതിനാൽ യൂണിടാക്കിന് പദ്ധതി കൊടുക്കാമെന്നുമാണ്. അതായത് സർക്കാരിന്റെ കൂടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂണിടെക്കിന് റെഡ് ക്രസന്റ് ഈ പദ്ധതി നൽകിയത് എന്നുള്ളത് വ്യക്തമാവുകയാണ്. അപ്പോൾ ഭൂമി കൊടുത്തത് മാത്രമേ ഉള്ളൂ, തങ്ങൾക്കിതുമായി ബന്ധമില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ വാദം ഇവിടെ പൊളിയുകയല്ലേ? ഇതിനിടയിലാണ് യൂണിടെക് തങ്ങൾക്ക് കരാർ ലഭിക്കുന്നതിന് വേണ്ടി വൻതോതിലുള്ള കോഴ നൽകിയ വാർത്ത പുറത്തു വരുന്നു. അതിന്റെ അർത്ഥം സർക്കാരിന്റെയും ലൈഫ് മിഷന്റെ ചെയർമാനായ മുഖ്യമന്ത്രിയുടെയും കാർമ്മികത്വത്തിലാണ് ഈ കോഴയും അഴിമതിയും കൈക്കൂലിയും നടന്നിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. അപ്പോൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറഞ്ഞ കാര്യം പരിപൂർണമായ കള്ളമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ശ്രീ പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ കഴിയും? 1 കോടി രൂപയല്ല, 4.25 കോടി രൂപയാണ് യഥാർത്ഥ കമ്മീഷൻ എന്ന് വെളിപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേശകനാണ്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ ഒരു കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഇതറിവുണ്ടായിരുന്നു. മാധ്യമ ഉപദേഷ്ടാവ് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയുമായിട്ട് ചേർന്നാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് അദ്ദേഹത്തിന് ഓഫീസുള്ളത്. 1 കോടി രൂപയല്ല, 4.25 കോടി രൂപയാണ് കോഴ നൽകിയത് എന്ന മാധ്യമ ഉപദേഷ്ടാവിന്റെ വെളിപ്പെടുത്തൽ വളരെ ഗൗരവമുള്ള ഒന്നാണ്. അതിനേക്കാൾ ഗൗരവമുള്ള കാര്യം സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി പറഞ്ഞു, എനിക്കും ഈ കാര്യം അറിയാമായിരുന്നു. അപ്പോൾ പാർട്ടി ചാനലിൽ മാധ്യമ ഉപദേഷ്ടാവ് പറയുന്നതും മാധ്യമ ഉപദേഷ്ടാവ് പറഞ്ഞതിനെ ധനകാര്യമന്ത്രി പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്തതോടുകൂടി വസ്തുതകൾക്ക് കൂടുതൽ ബലം ഉണ്ടായിരിക്കുന്നു. അതിനെയാണ് നിയമമന്ത്രിയായ ശ്രീ AK ബാലനും ശരിവെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ ഇതൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ഈ കോഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു എന്നുള്ളതാണ് ഇവർ തന്നെ ഇപ്പോൾ സമ്മതിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് സഹമന്ത്രിമാർ പോലും വ്യക്തമാക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് ഭൂമി കൊടുത്തു എന്നുള്ളതല്ലാതെ റെഡ് ക്രസന്റുമായിട്ടോ യൂണിടെക്കുമായിട്ടോ ഒരു ബന്ധവുമില്ലെന്നാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് പറയുന്നു 1 കോടിയല്ല 4.25 കോടി കൊടുത്തു. അത് ശരിയാണെന്ന് ധനകാര്യമന്ത്രിയും നിയമമന്ത്രിയും സമ്മതിക്കുന്നതോടെ സംസ്ഥാന ഗവൺമെന്റിന്റെ പൂർണ്ണമായ അറിവോടുകൂടി പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് യൂണിടെക് ഈ റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനം ആരംഭിച്ചത് എന്ന് വ്യക്തമാവുകയാണ്. അപ്പോൾ ഈ കോഴയുടെ പങ്ക് പോലും എല്ലാവർക്കും അറിയാമായിരുന്നു എന്നുള്ള സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ എന്റെ ചോദ്യം, സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്കിന് സംസ്ഥാന ഗവൺമെന്റിന്റെ അഭിമാന പദ്ധതിയായ ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമായ ലൈഫ് പദ്ധതിയിൽ ഒരു വൻ കോഴ 4.25 കോടി രൂപയുടെ കോഴ നടക്കുന്നു എന്നുള്ള വിവരം കിട്ടിയാൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് എന്താണ്?
സംസ്ഥാനത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഇത് അറിയിക്കേണ്ടതായിരുന്നു. ഗുരുതരമായ തെറ്റാണ് ധനകാര്യമന്ത്രി ചെയ്തത്. അദ്ദേഹം ആരെയും അത് അറിയിച്ചില്ല. എന്തുകൊണ്ട് ധനകാര്യമന്ത്രി തനിക്ക് ഇങ്ങനെയൊരു ഗവൺമെന്റിന്റെ പദ്ധതിയിൽ ഇത്തരമൊരു തട്ടിപ്പ് നടന്നു എന്നുള്ള വിവരം ലഭിച്ചപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് അറിയിച്ചില്ല? ശ്രീ തോമസ് ഐസക്കിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടത് കോഴ സാക്ഷി എന്നാണ്. കോഴയ്ക്ക് സാക്ഷിയായി മാറിയിരിക്കുന്നു അദ്ദേഹം. ഇങ്ങനെ കേരളത്തിന്റെ ധനകാര്യമന്ത്രി അത് അധപ്പതിക്കാൻ പാടുണ്ടോ? ഈ മന്ത്രിയാണോ കേരളത്തിലെ ആളുകൾ ആരെങ്കിലും നികുതി വെട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അവരെ പിടിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കുന്നത്? സ്വന്തം ട്രഷറിയിൽ തന്നെ കോടികൾ വെട്ടിച്ചു പോയതിനെ പറ്റി മൂകസാക്ഷിയായിരുന്ന ഒരു മന്ത്രിയാണ് ഇവിടെ കോഴ സാക്ഷിയായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഈ ഉന്നതമായ ധനകാര്യ വകുപ്പിന്റെ പദവിയിലിരിക്കുന്ന മന്ത്രി സർക്കാരിന്റെ ലൈഫ് പ്രോജക്റ്റിൽ ഒരു കോഴ നടന്നപ്പോൾ ആ വിവരം അറിഞ്ഞിട്ട് പറയാതിരിക്കുന്ന ഒരാള് അവതരിപ്പിക്കുന്ന ധനകാര്യ ബില്ലിന് എന്ത് സാങ്ക്ടിറ്റിയാണുള്ളത്? അദ്ദേഹം നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്ന ധനകാര്യ ബില്ലിന് എങ്ങനെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകും? എത്ര കോഴകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ബഡ്ജറ്റും ധനകാര്യ ബില്ലും ആയിരിക്കും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്? അപ്പോൾ നിയമമന്ത്രി കൂടി അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വടക്കാഞ്ചേരി ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ തട്ടിപ്പിൽ ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ വെളിവാക്കുന്നത് സർക്കാരിന്റെ ഉന്നത തലങ്ങളിൽ നടന്ന ഗൂഢാലോചനയുടെ ഫലമാണ് ഈ നിർമ്മാണ പ്രവർത്തനം എന്ന് തന്നെയാണ്. ആരാണ് ഈ ലൈഫ് പദ്ധതിയുടെ അധ്യക്ഷൻ? ലൈഫ് പദ്ധതിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. റെഡ് ക്രസന്റുമായി ധാരണാപത്രം ഒപ്പിടുന്നതിന് മുമ്പുള്ള ചർച്ച വിളിച്ചതും അധ്യക്ഷത വഹിച്ചതും അവിടെ വെച്ച് തന്നെ കമ്മീഷന്റെ കാര്യത്തിലും തീരുമാനമുണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആർക്കാണ് ഇതിനകത്ത് ഉത്തരവാദിത്വമുള്ളത്? ആ ഉത്തരവാദിത്വത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാറി നിൽക്കാൻ കഴിയുമോ? ഇന്നലെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്ത, മുഖ്യമന്ത്രി ഇതിന്റെ ഫയലുകളൊക്കെ വിളിച്ചിരിക്കുന്നു എന്നാണ്. ഇത് ആളുകളെ കളിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ്. തനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു വിഫല ശ്രമമാണ്. ലൈഫ് മിഷന്റെ ചെയർമാൻ ആയിരിക്കുന്ന വ്യക്തി ഈ ഫയൽ ഇപ്പോഴാണോ കാണേണ്ടത്? ഇപ്പോഴാണോ അദ്ദേഹം നോക്കേണ്ടത്? അദ്ദേഹം അറിയാതെ ഒരു കരിയിലെ ഇളകാത്ത ഒരു ഗവൺമെന്റിൽ, ചലിക്കാത്ത ഒരു ഗവൺമെന്റിൽ ഇത്രയും നാള് താൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നലെ ഈ ഫയല് വിളിപ്പിച്ചിട്ടുള്ളത്. ഇത് വെറും തട്ടിപ്പാണ്, ആളുകളെ കബളിപ്പിക്കാനുള്ളൊരു തന്ത്രം മാത്രമാണ്. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു വിഫല ശ്രമമാണ് മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയിട്ടുള്ളത്. ഇവിടെ ഈ പദ്ധതി വന്നത് എങ്ങനെയാണ്? മുഖ്യമന്ത്രി UAE-യിൽ പോയി പ്രളയ ദുരിതാശ്വാസത്തിന് വേണ്ടി നടത്തിയ ചർച്ചകളുടെ ഫലമായിട്ടാണ്. അവിടെ ചർച്ച ചെയ്തപ്പോഴാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള പണം മുടക്കാം എന്ന് റെഡ് ക്രസന്റ് സമ്മതിക്കുന്നത്. 20 കോടി രൂപയാണ് ആദ്യഘട്ടമായി നൽകാമെന്ന് പറഞ്ഞത്. ഇവിടെ വന്ന് ധാരണാപത്രം ഒപ്പിടുന്നു. അപ്പൊ മുഖ്യമന്ത്രി അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നു, റെഡ് ക്രസന്റ് സമ്മതിക്കുന്നു, ഇവിടെ വരുന്നു. ഇവിടെ വന്ന് ഈ പദ്ധതിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു, ഇതിന്റെ ധാരണാപത്രം ഒപ്പിടുന്നു. ആ ധാരണാപത്രത്തിന്റെ ഒരു കോപ്പി പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ജനാധിപത്യത്തിൽ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയിൽ ദുരൂഹതയുണ്ട് എന്ന് ആരോപിക്കപ്പെടുമ്പോൾ അതിന്റെ ഒരു കോപ്പി ചോദിച്ചിട്ട് എനിക്ക് ഇതുവരെ തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് ജനാധിപത്യ മര്യാദയാണ് ഈ ഗവൺമെന്റ് പരിപാലിക്കുന്നത്?
അപ്പോൾ ഈ പദ്ധതിയിൽ ധനകാര്യമന്ത്രിയും നിയമമന്ത്രിയും മാധ്യമ ഉപദേഷ്ടാവും പറയുന്നു 4.25 കോടി രൂപയുടെ അഴിമതി കോഴയുണ്ടായി. ആ വിവരം മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു എന്ന് വേണ്ടേ നമ്മൾ വിശ്വസിക്കാൻ? കാരണം അദ്ദേഹത്തിന്റെ 2 ക്യാബിനറ്റ് മന്ത്രിമാർ, അദ്ദേഹത്തിന്റെ മാധ്യമ ഉപദേഷ്ടാവ് അവര് പറയുന്നു 4.25 കോടി രൂപയുടെ അഴിമതി ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോഴെന്താ അതിന്റെ സ്ഥിതി എന്താണ്? മിനിറ്റ്സ് പോലും ഇല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ലൈഫ് മിഷന്റെ സിഇഒ പറയുന്നത് എന്താ? മിനിറ്റ്സ് ഇല്ല. കാരണം മിനിറ്റ്സ് പുറത്തു വന്നാൽ ആദ്യം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയായി. അതുകൊണ്ടാണ് മിനിറ്റ്സ് ഇല്ല എന്ന് ലൈഫ് മിഷന്റെ സിഇഒ പറഞ്ഞത്. എങ്ങനെ മിനിറ്റ്സ് ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ നടക്കും? സാധാരണഗതിയിൽ ഏത് യോഗം മുഖ്യമന്ത്രി വിളിച്ചാലും ആദ്യം നമ്മളെല്ലാം കൊണ്ട് ഒപ്പിടിക്കും. ഞാൻ എത്രയോ യോഗത്തിന് പോയിട്ടുണ്ട്. ആദ്യം മിനിറ്റ്സിന് വേണ്ടിയിട്ടാണ് ആദ്യം ഒപ്പിടിക്കുന്നത്. നമ്മളുടെ ഒപ്പ് വേണ്ട സന്ദർഭമാണെങ്കിൽ നമ്മളെ കൊണ്ട് ഒപ്പിടിക്കും. പിന്നീട് മിനിറ്റ്സ് അംഗീകരിക്കും. മിനിറ്റ്സ് അംഗീകരിക്കേണ്ട മുഖ്യമന്ത്രിയാണ്, വേറെ ആരുമല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ വെച്ച് ഉണ്ടാകുന്ന സ്വാഭാവികത പോലും കണക്കിലെടുക്കാതെയാണ് ലൈഫ് മിഷന്റെ സിഇഒ പറയുന്നത് മിനിറ്റ്സ് കാണാനില്ല, അല്ലെങ്കിൽ മിനിറ്റ്സ് ഇല്ല. ഇനി നമുക്ക് ലൈഫ് മിഷന്റെ ഈ കരാർ ഒപ്പിട്ട രീതി ഒന്ന് പരിശോധിക്കാം. ആ രീതി പരിശോധിച്ചാൽ ഇത് തട്ടിപ്പ് വളരെ വളരെ വ്യക്തമാകുന്ന കാര്യമാണ്. ലൈഫ് മിഷൻ പദ്ധതിയുടെ ചുമതലയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സെക്രട്ടറിയെയോ ലൈഫ് മിഷൻ സിഇഒയെ അറിയിക്കാതെയാണ് ഇതിന്റെ ചരടുവലികളെല്ലാം ആദ്യം മുതൽ നടന്നത് എന്നത് വ്യക്തമാവുകയാണ്. 2019 ജൂലൈ 11 റെഡ് ക്രസന്റുമായി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ലൈഫ് മിഷന്റെ കരാർ ഒപ്പിടുന്നത്. തലേന്ന് വൈകിട്ടാണ് വകുപ്പ് സെക്രട്ടറിയെ ശിവശങ്കർ വിവരം അറിയിക്കുന്നത് എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം. പുതിയ കോഡായിരുന്നതിനാൽ പിന്നെ എല്ലാം വേഗത്തിൽ നീങ്ങി എന്നാണ് വിവരം. ഫയൽ നിയമവകുപ്പിന് അയച്ചു. നിയമവകുപ്പ് കരാർ വൈകുന്നേരം ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ ഫയൽ തിരിച്ചു നൽകണമെന്നായിരുന്നു നിർദ്ദേശം. കരാറിലെ അവ്യക്തതകൾ ചൂണ്ടിക്കാണിച്ച് അവർ ചില ഉടക്കുകൾ പറഞ്ഞപ്പോൾ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് ശിവശങ്കർ അത് തള്ളി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒപ്പിടുകയാണ് ചെയ്തത്. അതിനെയാണ് ഇന്നലെ നിയമമന്ത്രി ന്യായീകരിച്ചത്. പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ 1 മിനിറ്റ് മതി എന്നാണ് പറഞ്ഞത്. ഇവിടെ ആരെങ്കിലും പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ എതിരുണ്ടോ? കേരളത്തിൽ ആദ്യമായിട്ടാണോ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നത്? കേരളം ഉണ്ടായതിനു ശേഷം എല്ലാ ഗവൺമെന്റുകളും അവരവരുടെ ശക്തിക്കും കഴിവിനും സാമ്പത്തിക സ്ഥിതിയും അനുസരിച്ച് വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം കേട്ടാൽ തോന്നുന്നു ആദ്യമായിട്ടാണ് കേരളത്തിൽ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നത്. ലക്ഷം വീട് പദ്ധതി പോലെ എത്രയോ പദ്ധതികൾ കേരളത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തതാണ്. അതിന്റെ പകുതി പോലും വെച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഗവൺമെന്റ്. എന്നിട്ടാണ് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നത്. ആരാണ് തുരങ്കം വെക്കുന്നത്? കഴിഞ്ഞ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള വീട് നിർമ്മാണ പദ്ധതിക്ക് ആരെങ്കിലും കോഴി അടിച്ചിട്ടുണ്ടോ? ലക്ഷം വീട് പദ്ധതി എമ്മങ്ങോവിന്റെ നേതൃത്വത്തിലുണ്ടായ അച്യുതമേനോൻ ഗവൺമെന്റ് പദ്ധതിയാണ്. ആരെങ്കിലും കോഴി അടിച്ചോ? അതിനകത്ത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് നടപ്പാക്കിയ ലക്ഷക്കണക്കിന് പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുത്ത പദ്ധതി അതിലാരെങ്കിലും കോഴി അടിച്ചോ? ഇപ്പോൾ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി ബാലൻ ഇങ്ങനെ കുരുട്ട് തന്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അഴിമതിയിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റാണിത്. ഇന്നിപ്പോ MLA-മാരോടൊക്കെ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. MLA-മാരെല്ലാം ഇതിനെ പ്രതിരോധിക്കണമെന്ന്. ആര് പ്രതിരോധിച്ചാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സർക്കാരിന്റെ യഥാർത്ഥ മുഖം വ്യക്തമായിരിക്കുന്ന സന്ദർഭമാണ്. ഇടതു മുന്നണിയിലെ ഘടകകക്ഷികൾ ആരെങ്കിലും സർക്കാരിനെ പിന്തുണച്ച് രംഗത്ത് വന്നോ? ആകെ വന്നത് കോൺഗ്രസും
ലോകതന്ത്രിക് ജനതാദളമാണ്. അവർ വരുന്നതിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. ശ്രേയസ് കുമാർ ഇപ്പം ഇത് പറയാൻ പിന്തുണയ്ക്കാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. വേറെ ആരെങ്കിലും ഇതിനെ പിന്തുണയ്ക്കാൻ വേണ്ടി മുന്നോട്ട് വന്നോ? ഇടതുമുന്നണിയിലെ ഏതെങ്കിലും CPM അല്ലാതെ ഏതെങ്കിലും കക്ഷി ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? ബാക്കിയുള്ള 7 കക്ഷികൾ ഒരാൾ പോലും ഒരു പ്രമേയം പാസ്സാക്കിയില്ല. മുഖ്യമന്ത്രിക്ക് LDF യോഗം പിന്തുണ പ്രഖ്യാപിച്ചെന്ന് കൺവീനർ പറഞ്ഞിട്ട് മറ്റുള്ളവരൊക്കെ മൂക്കത്ത് വിരൽ വെക്കുകയാണ്. കാരണം അങ്ങനെ ഒരു കാര്യം യോഗത്തിൽ ചർച്ചയ്ക്ക് പോലും വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വിഷയം ചർച്ചയ്ക്ക് വന്നാൽ പണി പാളും എന്ന് ബോധ്യമായതുകൊണ്ടാണ് ചർച്ചയ്ക്ക് പോലും വരാത്തത്. ഇടത് വ്യതിയാനം CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ രാജേന്ദ്രൻ സഹിക്കത്തില്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കോഴ വാങ്ങിക്കുന്നതും അഴിമതി നടത്തുന്നതും ഒക്കെ ഇടത് വ്യതിയാനമല്ലേ? ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പുകൾ തന്നെയാണ് നടന്നത് എന്നുള്ള ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന തെളിവുകൾ എന്നുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് മുന്നിൽ സംസാരിക്കുകയാണ്. മിനിറ്റ്സ് പോലും ഇല്ലാതെ ആയത് ഈ തട്ടിപ്പ് നടന്നു എന്നതിനുള്ള വലിയ തെളിവാണെന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നു. ചിറ്റാറിലെ മത്തായിയുടെ മരണത്തിൽ അന്വേഷണം അടിയന്തരമായി CBIക്ക് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശം. മത്തായിയുടെ ഭാര്യ ഷീബ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി CN പ്രകാശും ശശിനാരായണനും ചേരുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്? ഈ വിഷയത്തിനകത്ത് അടിയന്തരമായി ഈ അന്വേഷണം നടക്കണം, കാരണം മൃതദേഹം പോലും മറവ് ചെയ്യാതെ തുടരുന്ന സാഹചര്യമുണ്ട്. ഏത് രീതിയിലാണ് കോടതി ഈ വിഷയത്തെ കണ്ടിരിക്കുന്നത്? CN പ്രകാശ്. വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെട്ട മത്തായിയുടെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. CBIക്ക് ഈ അന്വേഷണം കൈമാറാൻ ഒരുക്കമാണെന്ന് സർക്കാരും ഹൈക്കോടതിയെ അറിയിച്ചു. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ മുഖ്യമന്ത്രി രാവിലെ ഒപ്പുവെക്കുകയും ചെയ്തു. ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ സർക്കാരും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അന്വേഷണം CBIക്ക് കൈമാറുന്നതിൽ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ അന്വേഷണം എത്രയും പെട്ടെന്ന് CBI ഏറ്റെടുക്കണമെന്ന് CBIക്ക് വിടണമെന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ടായത്. മൃതദേഹം പക്ഷേ എന്തുകൊണ്ട് ഇതുവരെയും മറവ് ചെയ്യുന്നില്ല എന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് ചോദ്യമുണ്ടായി. ഹർജിക്കാരിയോടാണ് ഈ ചോദ്യം ഉന്നയിച്ചത്. ഇത് ദുഃഖകരമായ അവസ്ഥയാണ്. കുട്ടികളുടെ അടക്കം മാനസികാവസ്ഥ പരിഗണിക്കേണ്ടതുണ്ട്. സംസ്കാരത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ കോടതി മത്തായിയുടെ ഭാര്യയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. മത്തായിയുടെ ഭാര്യ സമർപ്പിച്ച ഹർജിയാണ് കോടതി പരിഗണിച്ചത്. സംസ്കാരം നടത്തുന്നതിനായി ഇടപെടാൻ ഹർജിക്കാരിയുടെ അഭിഭാഷകനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. പത്രങ്ങളിൽ വന്ന വാർത്തയും ഫോട്ടോയും അങ്ങേയറ്റം വേദനാജനകമാണെന്നും കോടതിയുടെ ഭാഗത്ത് പരാമർശമുണ്ടായി. ഇനിയും മൃതദേഹം മോർച്ചറിയിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ എന്നും കോടതി ചോദിച്ചു. CN പ്രകാശ് വിശദാംശങ്ങൾ നൽകുന്നത്. ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഈ വിഷയത്തിനകത്ത് അടിയന്തരമായി കേസ് CBIക്ക് കൈമാറണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ശശിനാരായണൻ ചേർന്നു. ശശിനാരായണൻ, ഏത് രീതിയിലാണ് ഹർജിക്കാരിയുടെ അഭിഭാഷകരുടെ വാദം? ഏത് രീതിയിലാണ്? പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. അന്വേഷണം CBIക്ക് കൊടുക്കുകയാണ്. അപ്പോഴും മൃതദേഹം മറവ് ചെയ്യാതെ തുടരുന്നതിലുള്ള വിഷയങ്ങളെല്ലാം കോടതി പരാമർശിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ പ്രതികരണം എങ്ങനെ? അപർണ, ഈ കാര്യത്തിൽ കുടുംബം നമ്മൾ പ്രതീക്ഷിക്കുന്നത്, കാരണം മൃതദേഹം സംസ്കരിക്കാനുള്ള നടപടികൾ തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ മത്തായിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ഹൈക്കോടതിയിൽ ഭാര്യ തന്നെയാണ് ഹർജി സമർപ്പിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ചിറ്റാറിലെ മത്തായിയുടെ മരണം CBI അന്വേഷിക്കാൻ ഉത്തരവ് വന്നതിന് പിന്നാലെ ഫയലുകൾ കൈമാറാനും CBIക്ക് കൈമാറാനും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ മത്തായിയുടെ ഭാര്യ നൽകിയ ഹർജിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ തീരുമാനപ്രകാരം, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ തീരുമാനപ്രകാരം മൃതദേഹം സംസ്കരിക്കാനാണ് ഇപ്പോൾ ഈ കുടുംബം തീരുമാനമെടുത്തിട്ടുള്ളത്. അതനുസരിച്ച് മൃതദേഹം സംസ്കരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപർണ, ഈ വരുന്ന ദിവസങ്ങളിലായിരിക്കും ഇതുകൊണ്ടൊരു തീരുമാനമുണ്ട്. കാരണം സഭാ നേതൃത്വവും കുടുംബവും ആലോചിച്ചായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുക. എന്തായാലും മൃതദേഹം സംസ്കരിക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ മോർച്ചറി സൂക്ഷിച്ചിരിക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ ആണെന്നാണ് കുടുംബത്തിന്റെ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം അത് ഇനി അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറി വന്ന സാഹചര്യത്തിൽ CBI അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ ഇതുകൂടി അവരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചതിന് ശേഷം കുടുംബവും സഭയും ആലോചിച്ച് മൃതദേഹം സംസ്കരിക്കാനാണ് തീരുമാനം. അപർണ. റൈറ്റ്. ശശിനാരായണൻ അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് CN പ്രകാശ്. CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് മത്തായിയുടെ കുടുംബം. കുറ്റക്കാരായ വനപാലകരെ അറസ്റ്റ് ചെയ്യണമെന്നും മത്തായിയുടെ ഭാര്യ ഷീജ പറഞ്ഞു. CBI അന്വേഷിച്ചാലും ആരന്വേഷിച്ചെന്ന് പറഞ്ഞാലും അറസ്റ്റ് ചെയ്യുക എന്നുള്ള, ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. അതിനുശേഷമേ ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കൂ. ഇതുപോലെ എത്രയോ പേര് മരിച്ചിട്ടുണ്ടാവും ഇവന്മാരുടെ കയ്യിൽ നിന്ന്. അത് ഇവന്മാർ ഈ ജോലി ചെയ്യാൻ യോഗ്യരല്ല.
ഇവന്മാരെ ജയിലിൽ കിടന്ന് ജയിലിൽ കിടക്കുക തന്നെയാണ് ഇവന്മാർ ചെയ്യേണ്ടത്. ഇവന്മാരെ ആ ജയിലിൽ കിടക്കുന്നത് കണ്ടാലേ ഞങ്ങൾക്ക് അതിന് ആത്മാവിന് ശാന്തി കിട്ടത്തുള്ളൂ. അല്ലാതെ ആര് വന്നെന്ന് പറഞ്ഞാലും ഈ തീരുമാനത്തിൽ ഞങ്ങൾ മാറ്റമില്ല. ഇവർ ഇത്ര താമസിപ്പിച്ചു. ഈ 10-24 ദിവസം വരെ ഞങ്ങളെ താമസിച്ചു. ഇനി എത്ര ദിവസം ഞങ്ങൾ കാത്തിരിക്കണം? അതിനാരെങ്കിലും ഒന്ന് ഉത്തരം പറ. അതായത് നമ്മൾ 84 വയസ്സുണ്ട്. ഓരോ ദിവസം മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ ആരും സമാധാനം പറയുന്നത്? ഇന്ന് തന്നെ ഞങ്ങൾക്ക് കോടതിയിൽ നിന്ന് നല്ലൊരു മറുപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ നോക്കിയിരിക്കുക. ഉടനെ തന്നെ CBI വന്നു. ഇനി പിന്നെ ഒരു മാസം വെച്ച് താമസിപ്പിക്കുക. സർക്കാർ തീരുമാനത്തെ കോന്നി MLA KU ജനീഷ് കുമാറും സ്വാഗതം ചെയ്തു. കൂടുതൽ സമഗ്രമായ ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. അവരും ആക്ഷൻ കൗൺസിലും എല്ലാം CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. കുടുംബത്തിന്റെ അഭ്യർത്ഥന കൂടി മാനിച്ചുകൊണ്ടാണ് CBI അന്വേഷണം എന്ന രീതിയിലേക്ക് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഗവൺമെന്റിന് മുമ്പിൽ മറ്റ് ഒരു താല്പര്യങ്ങളുമില്ല. ആരാണോ കുറ്റം ചെയ്തിട്ടുള്ളത് അവർക്ക് കർശനമായ നടപടി ഉണ്ടാവണം. അതാണ് CBI അന്വേഷണത്തിലേക്ക് പോകുവാനുള്ള കാരണം. സർക്കാരിന്റെ ഓണക്കിറ്റിൽ ശർക്കരയുടെ അളവ് കുറഞ്ഞതിൽ കരാറുകാർക്കെതിരെ പിഴ ചുമത്തുമെന്ന് സപ്ലൈകോ MD അസ്കർ അലി പാഷ ന്യൂസ് 18നോട്. ഇതിന് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുറവ് സംബന്ധിച്ച് 11-ാം തീയതി തന്നെ നോട്ടീസ് അയച്ചിരുന്നു. 500 രൂപ എന്ന് സർക്കാർ ഉത്തരവിൽ പറഞ്ഞിട്ടില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സപ്ലൈകോ MD പറഞ്ഞു. 500 രൂപ എന്നുള്ളൊരു വിഭാവനയാണ്. ഗവൺമെന്റ് ഉത്തരവിലൊന്നും 500 എന്ന് പറഞ്ഞിട്ടില്ല. 11 ഐറ്റം സ്പെസിഫൈഡ് അളവിൽ തുണി സഞ്ചിയിൽ കൊടുക്കാനാണ് ഗവൺമെന്റിന്റെ ഇൻസ്ട്രക്ഷൻ. 11 ഐറ്റം പ്ലസ് തുണിസഞ്ചി. 1050 ഗ്രാമുള്ളുണ്ട്, 1200 ഗ്രാമുള്ളുണ്ട്, 950 ഉള്ളുണ്ട്, 900 ഉള്ളുണ്ട്, 850 ഉള്ളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി അന്ന് തന്നെ ഞങ്ങളിത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഞങ്ങളിതിന് റെമഡിയൽ മെഷറും ഉണ്ടാക്കിയിരുന്നു. 11-ാം തീയതി തന്നെ ഞങ്ങൾ ഡീറ്റെയിൽഡ് സർക്കുലർ ഞങ്ങളുടെ ഡെപ്പോ മാനേജേഴ്സിന് അയച്ചിരുന്നു. വിശദാംശങ്ങളുമായി വിനീത വിജയ് ചേർന്നു. വിനീത, ഇതിനകത്ത് കരാർ കൊടുത്ത കമ്പനിയുടെ യോഗ്യതയിൽ പോലും വിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തെല്ലാം മറുപടികളാണ് സപ്ലൈകോ MD വിശദീകരിക്കുന്നത്? തീർച്ചയായും ഈ ഒരു വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് സപ്ലൈകോ MD ഇന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഓണക്കിറ്റിൽ മുഖ്യമായും ചേർക്കുന്ന ശർക്കര കേരളത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്നല്ല വരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന ശർക്കരയാണ് ഇത്തരത്തിൽ സപ്ലൈകോ ശേഖരിക്കുകയും അവിടെ നിന്ന് അത് കിറ്റുകളിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന ശർക്കര ആയതുകൊണ്ട് തന്നെ ഇവർ ഉപയോഗിക്കുന്ന അച്ചുകളിൽ വ്യത്യാസമുണ്ടാകും. ഇത് തന്നെയായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിൽ പല കിറ്റുകളിലും തൂക്കക്കുറവ് ഉണ്ടാകാൻ കാരണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇത്തരം ഒരു സംഭവം നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്നും 11-ാം തീയതി തന്നെ നോട്ടീസ് മുഖേന ഇത് ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നുവെന്നും സപ്ലൈകോ വ്യക്തമാക്കുന്നു. എന്തു തന്നെയായാലും കരാറുകാർക്കെതിരെ ഇത് ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്ന കരാറുകാർക്കെതിരെ പിഴ ചുമത്തുമെന്നും പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് മന്ത്രി നിർദ്ദേശം നൽകിയതായും സപ്ലൈകോ MD പറയുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവാദമുണ്ടായിരുന്നു. കിറ്റുകളിൽ 500 രൂപയ്ക്കുള്ള സാധനങ്ങൾ ഇല്ല എന്ന തരത്തിൽ തന്നെയാണ് അത്തരം വിവാദങ്ങൾ വന്നത്. അതിനോടും സപ്ലൈകോ MD പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഉത്തരവിലും സർക്കാർ പറഞ്ഞിട്ടില്ല എന്നും 11 ഇനം സാധനങ്ങളാണ് കിറ്റുകളിൽ നൽകാൻ സർക്കാർ തങ്ങൾക്ക് ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അത് പ്രകാരം 11 ഇനം സാധനങ്ങൾ തന്നെ കിറ്റിലുണ്ട് എന്നും ഇത് സംബന്ധിച്ച് വരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും പറയുന്നുണ്ട്. എന്തുതന്നെയായാലും നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ കരാറുകാരുമായി സംസാരിച്ച് അവർക്ക് പിഴ ചുമത്തുകയും ഒപ്പം തന്നെ അവരുടെ മേൽനോട്ടത്തിൽ അവരുടെ തന്നെ ചിലവിൽ കൂടുതൽ സാധനങ്ങൾ, കൂടുതൽ ശർക്കരകൾ എത്തിക്കുകയും അത് കൃത്യമളവിൽ ഉപഭോക്താക്കളിൽ എത്തിക്കാൻ ശ്രമിക്കുമെന്നും MD വ്യക്തമാക്കുന്നു. റൈറ്റ്. വിനീത വിശദാംശങ്ങൾ നൽകി. ലൈഫ് മിഷൻ വിവാദത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് സംസ്ഥാനം രേഖകൾ കൈമാറി. റെഡ് ക്രസന്റിന്റെ സഹായം തേടിയതുമായി ബന്ധപ്പെട്ടാണ് വിശദീകരണം നൽകിയത്. വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സർക്കാർ നടപടി. അതിനിടെ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിക്കായി യൂണിടാക്ക് സമർപ്പിച്ച രൂപരേഖ സർക്കാർ അംഗീകാരത്തോടെയാണെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തുവന്നു. വിശദാംശങ്ങളുമായി VV അരുൺ ചേർന്നു. അരുൺ, നിർണായകമാണ് സംസ്ഥാനം ഏത് രീതിയിലുള്ള ഒരു വിശദീകരണമാണ് കൊടുത്തിരിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന് എന്നുള്ളത്. മാത്രമല്ല ഈ രീതിയിലുള്ള ഒരു വിശദീകരണം ആവശ്യപ്പെട്ടത് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് നീങ്ങാനുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെ നീക്കം അതിനെ കൂടിയാണോ വ്യക്തമാക്കുന്നത്? സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടതിനൊപ്പം ഈ ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. ആ രേഖകൾ സംസ്ഥാനം വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലവർ പരിശോധന ആരംഭിക്കുകയും ചെയ്തു. റെഡ് ക്രസന്റുമായി നേരിട്ട് കരാറിൽ ഏർപ്പെടാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടോ എന്ന കാര്യത്തിലാണ് കേന്ദ്രം സംശയം പ്രകടിപ്പിച്ചത്. വിദേശകാര്യ മന്ത്രാലയം സംശയം പ്രകടിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് അവർ നടത്തുന്നത്. സംസ്ഥാനം കൈമാറിയ രേഖകളുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാകും കൂടുതൽ നടപടികളിലേക്ക് കേന്ദ്രം കടക്കുക. VV അരുൺ വിശദാംശങ്ങൾ നൽകിയത്.
വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണത്തിൽ അഴിമതിയെന്ന് BJP വക്താവ് B. ഗോപാലകൃഷ്ണൻ. ഫ്ളാറ്റ് നിർമ്മാണം മറ്റൊരു പാലാരിവട്ടം പാലം പോലെയാണ്. ഇവിടെ താമസിക്കുന്നവരുടെ ജീവന് സുരക്ഷിതത്വമില്ല. അപകടകരമാണ് നിർമ്മാണം. കരാറിലെ അഴിമതി പോലെ നിർമ്മാണത്തിലെ അഴിമതിയുമുണ്ട്. വിദഗ്ധ സമിതിയെ കൊണ്ട് നിർമ്മാണം പരിശോധിച്ചതിന് ശേഷമേ പുനർനിർമ്മാണം നടത്താവൂ എന്നും B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ലൈഫ് പദ്ധതിയുടെ വടക്കാഞ്ചേരി പാർപ്പിട സമുച്ചയത്തിൽ നിർമ്മാണത്തിലും അഴിമതിയാണ്, നിർമ്മാണത്തിലും അപകടമാണ്. നമുക്കറിയാം, പാലാരിവട്ട പാലത്തെ കുറിച്ച് നമുക്കറിയാം. വടക്കാഞ്ചേരി പാർപ്പിട സമുച്ചയം മറ്റൊരു പാലാരിവട്ടം പാലം പണി പോലെ എന്ന് പറയേണ്ടി വരും. തൃശൂർ കയ്പമംഗലം 3 പീടികയിൽ ജ്വല്ലറിയിൽ വൻ കവർച്ച. ഗോൾഹാർട്ട് ജ്വല്ലറിയുടെ ഭിത്തി തുരന്ന് ലോക്കർ തകർത്തു. 3.5 കിലോ സ്വർണം കവർന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, പോലീസ് സ്ഥലത്തെത്തിയോ? പ്രാഥമിക നിഗമനങ്ങൾ എങ്ങനെയാണ്? അപർണ, ജില്ലയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ കയ്പമംഗലത്ത് എത്തിയിരിക്കുകയാണ്. തൃശൂരിനും എറണാകുളത്തിനും ഇടയിലുള്ള സ്ഥലമാണ് കയ്പമംഗലം. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ കുറിച്ച് ഒരു സൂചന പോലും ഇതുവരെയും പോലീസിന് ലഭിച്ചിട്ടില്ല. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഇത്തരത്തിൽ ഒരു വൻ കവർച്ച നടന്ന കാര്യം അറിയുന്നത് എന്നാണ് നമ്മളോട് പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത്. എന്തായാലും ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. ഗോൾഡ് ഹാർട്ട് ജ്വല്ലറിയുടെ ഭിത്തി തുരഞ്ഞ് ഇവർ അകത്ത് കയറുകയും അതിനുശേഷം ലോക്കർ തകർക്കുകയാണ് ഉണ്ടായത് എന്നാണ് പ്രാഥമികമായി അറിയാൻ സാധിക്കുന്നത്. 1.25 കോടിയുടെ സ്വർണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 3.5 കിലോ സ്വർണം കവർന്നു എന്നാണ് പ്രാഥമികമായി അറിയാൻ സാധിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തി വരുന്നേ ഉള്ളൂ. ഏതായാലും ജ്വല്ലറി അധികൃതർ അറിയിച്ചിരിക്കുന്നത് 3 കിലോ സ്വർണം കവർന്നിരിക്കുന്നു എന്നാണ്. ഏതായാലും സമീപത്ത് നടന്ന ഏറ്റവും വലിയ ഒരു കവർച്ചയാണ് ഈ സ്വർണ്ണ കവർച്ച എന്നാണ് പറയുന്നത്. ഏതായാലും ഉന്നത ഉദ്യോഗസ്ഥരെത്തി അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപർണ. സുവി വിശദാംശങ്ങൾ. വീഡിയോ കോൺഫറൻസിംഗ് സോഫ്റ്റ്വെയർ എന്ന അംഗീകാരം ആലപ്പുഴയിലെ ടെക്ജൻഷ്യ സ്വന്തമാക്കിയത്. സാധാരണക്കാർക്ക് കൂടി ഉപയോഗിക്കാവുന്ന വിധത്തിൽ ലളിതമാണ് സോഫ്റ്റ്വെയർ എന്ന് ടെക്ജൻഷ്യ ശില്പി ജോയ് സെബാസ്റ്റ്യൻ പറയുന്നു. പുതിയ അംഗീകാരത്തോടെ കമ്പനിയിൽ നിക്ഷേപം നടത്താൻ പലരും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സോഹ, HCL തുടങ്ങിയ വമ്പന്മാരെ തോൽപ്പിച്ചതിന്റെ സന്തോഷമാണ് ഈ ആരവം. ചെറുതും വലുതുമായ 2000-ഓളം സോഫ്റ്റ്വെയർ കമ്പനികളെയാണ് ജോയ് സെബാസ്റ്റ്യനും വി കൺസോളും നിഷ്പ്രഭമാക്കിയത്. ആലപ്പുഴയിലെ നാട്ടിൻപുറത്തുകാരായ മിടുക്കരെ ഉൾപ്പെടുത്തിയാണ് ഈ നേട്ടം. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് സോഫ്റ്റ്വെയർ തയ്യാറാക്കിയതെന്ന് ജോയ് സെബാസ്റ്റ്യൻ. ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ടൂള് ഒരു ലോ ആൻഡ് ബാൻഡ്വിഡ്ത്തിലും വർക്ക് ചെയ്യുന്ന ഒരു ടൂളാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ റിമോട്ട് വില്ലേജസിൽ പോലും എഡ്യൂക്കേഷനിലും ഈ ഹെൽത്ത് കെയറിലും ഒക്കെ ഗവൺമെൻറ്റിനെയും മറ്റ് സ്ഥാപനങ്ങളെയൊക്കെ സഹായിക്കാൻ കഴിയുന്ന ഒരു രീതിയിലാണ് ഈ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിൽ മത്സ്യത്തൊഴിലാളിയായിരുന്ന സെബാസ്റ്റ്യന്റെയും മേരിയുടെയും മകനാണ് ജോയ്. കൊടിയ ദാരിദ്ര്യത്തിൽ പലതവണ പഠനം വഴിമുട്ടി. നാട്ടുകാരുടെ നല്ല മനസ്സിന്റെ പിന്തുണയിൽ ഒടുവിൽ TKM കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ഓരോ ചുവടുവയ്പിലും ജോയ് നാടിനെ കൂടെ നിർത്തി. നമ്മുടെ ആലപ്പുഴ പോലത്തെ ഒരു സ്ഥലത്ത് നിന്നൊരു കമ്പനിക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. ഞങ്ങളുടെ കഴിഞ്ഞ 10 വർഷത്തെ ഹാർഡ് വർക്ക്, ഈ കഴിഞ്ഞ 3 മാസത്തെ രാത്രി ഉറക്കവും ഇല്ലാത്തുള്ള ഒരു വർക്ക്, ടീമിൻ്റെ വർക്കാണ് ഇപ്പോൾ ഫലപ്രാപ്തിയിലെത്തിയിരിക്കുന്നത്. സന്തോഷമുണ്ട്. പ്രളയകാലത്ത് ജോയിയുടെ സാങ്കേതിക വിദ്യകൾ ആലപ്പുഴയിൽ ചെറുതല്ലാത്ത സഹായമാണ് നൽകിയത്. സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾക്കായുള്ള സാങ്കേതിക സഹായങ്ങൾ അനവധി. ഭാര്യ ലിൻസി ജോയി അധ്യാപികയാണ്. മക്കൾ അലൻ സെബാസ്റ്റ്യൻ, ജിയ എൽസ ജോയി എന്നിവർ സ്കൂൾ വിദ്യാർത്ഥികളും. ടെക്ജൻഷ്യ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ചീഫ് ടെക്നിക്കൽ ഓഫീസർ അങ്കൂർ ദീപ് ജയ്സ്വാൾ മാത്രമാണ് കേരളത്തിന് പുറത്തുനിന്നുള്ളത്. ന്യൂസ് 18 ആലപ്പുഴ. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ 1ാം റാങ്കിന്റെ തിളക്കവുമായി അതിഥി തൊഴിലാളിയുടെ മകൾ. BA ആർക്കിയോളജി ആൻഡ് ഹിസ്റ്ററി വിഭാഗത്തിൽ ബീഹാർ സ്വദേശി പായൽ കുമാരിയാണ് 1ാം റാങ്ക് നേടി പുതിയ ചരിത്രം എഴുതിയത്. ബീഹാറിലെ ഗോസിയാമധി ഗ്രാമത്തിൽ നിന്നും തൊഴിലന്വേഷിച്ച് 2001-ലാണ് പ്രമോദ് കുമാറും ഭാര്യ ബിന്ദു ദേവിയും കുട്ടികളുമായി കേരളത്തിലെത്തിയത്. പല ജോലികളും ചെയ്ത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകവേ അയാൾ ഒന്നുറപ്പിച്ചിരുന്നു: മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം. 8ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന ഒരച്ഛന്റെ തീരുമാനം കൂടിയായിരുന്നു അത്. SSLCയിലും +2-വിലും ഉന്നത വിജയം നേടിയ മകൾ പായൽ ബിരുദത്തിൽ 1ാം റാങ്ക് നേടിയ അച്ഛന്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുകയാണ്. എനിക്ക് മലയാളം അറിയില്ലായിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു സബ്ജക്റ്റ് ഒരു മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് പഠിച്ചെടുക്കാൻ ടഫായിരുന്നു.
പിന്നെ പതിയെ അത് തനിയെ പഠിച്ച് ട്രൈ ചെയ്തു, അങ്ങനെ പഠിച്ചതാണ്. ഫീസ് അടക്കമുള്ള കാര്യങ്ങളിൽ പിന്തുണയുമായി പഠിച്ചിരുന്ന പെരുമ്പാവൂരിലെ മാർത്തോമ കോളേജ് മാനേജ്മെന്റും അധ്യാപകരും ഒപ്പമുണ്ടായിരുന്നു. എല്ലാവരോടും കുടുംബം നന്ദി പറയുന്നു. तीनों बच्चा अच्छा से पढ़े और पढ़ने में पैसा नहीं था, मुश्किल था, फिर भी पढ़ाई करी और कॉलेज भी गई तो सर भी हेल्प किए, कॉलेज से हेल्प मिला, अच्छा से पढ़ाई में ध्यान भी दिया. ജ്യേഷ്ഠൻ ആകാശ് ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. അനുജത്തി പല്ലവി 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയും. ന്യൂസ് 18 കൊച്ചി. പെട്ടിമുടിയിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ അതീവ ദുർഘടാവസ്ഥയിലേക്ക്. ദുരന്തഭൂമിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള വനത്തിലെ പുഴയിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. വന്യമൃഗങ്ങളുള്ള കാട്ടിലെ തെരച്ചിൽ ഏറെ സാഹസികമാണ്. ദുർഘടമായ വനത്തിൽ അതിസാഹസികമായാണ് ഇപ്പോൾ തെരച്ചിൽ. പെട്ടിമുടിക്ക് താഴ്വശത്തുള്ള പൂതക്കുഴിയിൽ നിന്നും 10 കിലോമീറ്റർ അകലെ വനത്തിന് നടുവിലൂടെയുള്ള പുഴയിലാണ് തെരച്ചിൽ നടക്കുന്നത്. ആധുനിക സംവിധാനങ്ങൾ ഒന്നും ഉപയോഗപ്പെടുത്തുവാൻ കഴിയാത്ത ഇവിടെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് തെരച്ചിൽ. ഇന്നലെ 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇത്തരത്തിൽ നടത്തിയ തെരച്ചിലിലാണ്. മൃതദേഹങ്ങൾ എടുത്ത് വനത്തിലൂടെ കാൽനടയായാണ് പുറത്തെത്തിക്കുന്നത്. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 65ആയി. ഇനി 6 പേരെ കൂടിയാണ് കണ്ടെത്തുവാനുള്ളത്. വഴുക്കലുള്ള പാറക്കെട്ടുകളും ഇടവിട്ട് പെയ്യുന്ന മഴയും തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നു. ഫയർഫോഴ്സ്, പോലീസ്, റവന്യൂ, പഞ്ചായത്ത്, ആരോഗ്യ വകുപ്പ് ഇങ്ങനെ സകലരും ഈ കാര്യത്തിൽ വളരെ നല്ല ഇടപെടലുണ്ട്. പ്രത്യേകമായ വാലണ്ടിയർ ടീം ഇതിനു വേണ്ടിയുണ്ട്. ഇന്നലെ തെരച്ചിലിന് പോയവർ വനത്തിൽ പുലിയെ നേരിട്ട് കണ്ടിരുന്നു. വന്യമൃഗ ആക്രമണം അടക്കമുള്ള പ്രതിസന്ധികൾ മറികടന്നാണ് നിലവിൽ ഏറെ സാഹസികമായി തെരച്ചിൽ നടക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. കോവിഡിനെ തുടർന്ന് കുമരകത്തെ ടൂറിസം മേഖലയാകെ തകർന്നടിഞ്ഞപ്പോൾ അതിജീവനത്തിന് പുതുമാതൃകകൾ തേടുകയാണ് എല്ലാവരും. ജീവനക്കാരുടെ ശമ്പളം പോലും പ്രതിസന്ധിയായപ്പോൾ കോട്ടയം കുമരകത്തെ ഒരു റിസോർട്ട് പുതിയ വരുമാനമാർഗം കണ്ടെത്തി. കുമരകം അവേദ റിസോർട്ടിന്റെ നീന്തൽ കുളമാണിത്. മാർച്ച് വരെ വിനോദസഞ്ചാരികൾ നീന്തിയിരുന്ന 1/2 ഏക്കർ വിസ്തൃതിയുള്ള വലിയ സ്വിമ്മിംഗ് പൂൾ. ഇന്നിവിടെ നീന്താൻ വിനോദസഞ്ചാരികളില്ല. പകരം നല്ല ഒന്നാം തരം കരിമീൻ കുഞ്ഞുങ്ങൾ നീന്തി തുടിക്കുന്നു. ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ടായി നമ്മൾ ചിന്തിക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്താലോ, ഒരു ഓൾട്ടർനേറ്റീവ് നമുക്കിങ്ങനെ പ്രതിസന്ധി മാസങ്ങൾ വരുമ്പം എന്ത് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. 3 മാസം പ്രായമായ 16,000 കരിമീൻ കുഞ്ഞുങ്ങളെയാണ് നീന്തൽക്കുളത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. 9 മാസമാണ് വളർച്ചക്കാലം. ഇതുവരെ 2 ലക്ഷത്തോളം രൂപ ചെലവായി. 4000 കിലോ കരിമീൻ വിളവെടുപ്പിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷ. മീൻ കൃഷിയിൽ ലാഭം നേടി കോവിഡ് കാലം പരിക്കുകൂടാതെ മറികടക്കാനാണ് ഇവരുടെ ശ്രമം. ന്യൂസ് 18 കോട്ടയം. പരിസ്ഥിതി ദുർബല പ്രദേശമായി നോട്ടിഫൈ ചെയ്ത ഭൂമിയുടെ പരിധിയിൽ ഉൾപ്പെടാത്ത സ്ഥലങ്ങളിലും വീട് നിർമ്മാണത്തിന് അനുമതി നിഷേധിച്ച് പഞ്ചായത്ത്. കോഴിക്കോട് വളയം വില്ലേജിലാണ് വനംവകുപ്പ് EFLായി പ്രഖ്യാപിച്ച ഭൂമിയുടെ സമീപ സ്ഥലങ്ങളിൽ വീടുകൾക്ക് നമ്പർ നൽകാത്തത്. വീടുകളും കൃഷിഭൂമിയും ഉൾപ്പെടാത്ത വനസ്വഭാവമുള്ള ഭൂമി മാത്രമാണ് ഇവിടെ EFL നോട്ടിഫിക്കേഷനിലുള്ളതെന്ന് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ഇത് പൂവത്താനിക്കുന്നേൽ ജോസ് കയ്യിലുള്ള സമ്പാദ്യം ഉപയോഗിച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചു വീട് നിർമ്മിച്ചു. വളയം പഞ്ചായത്ത് ഓഫീസിൽ വീട് നമ്പറിന് അപേക്ഷിച്ചെങ്കിലും ലഭിച്ചില്ല. പരിസ്ഥിതി ദുർബല പ്രദേശമായതിനാൽ അനുമതി നൽകാനാവില്ലെന്നായിരുന്നു മറുപടി. 20 വർഷമായി ഭൂമിക്ക് നികുതി സ്വീകരിക്കുന്നുണ്ട്. പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലക്ക് നേരിടുന്നു. പഞ്ചായത്തിൽ ചെന്ന് അന്വേഷിച്ച് അത് നമുക്ക് തരാനാവില്ല. DFOയുടെ ഒരു ഉത്തരവാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ 18 ുള്ള ഒരു ഉത്തരവാദമാണ് ഞങ്ങൾ എന്ത് ചെയ്ത് മടക്കാനുള്ള കാരണം എന്നാണ് അവർ പറഞ്ഞത്, പഞ്ചായത്തുകാർ പറഞ്ഞത്. സർവേ നമ്പർ 242 വരുന്ന സ്ഥലത്ത് EFL നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലും വീടുകൾക്കോ കൃഷിഭൂമിക്കോ ബാധകമല്ലെന്നാണ് വനം വകുപ്പ് അധികൃതർ പറയുന്നത്. വനം വകുപ്പ് അങ്ങനെ പറഞ്ഞെന്ന് പറയുന്നത് നമുക്കറിയാം. നമുക്കൊരു അറിയിപ്പും ഒഫീഷ്യലായിട്ട് പഞ്ചായത്തിൽ നിന്നോ വില്ലേജിൽ നിന്നോ തന്നിട്ടില്ല. ഇവിടെ 100 ഏക്കറോളം സ്ഥലം മാത്രമാണ് പരിസ്ഥിതി ദുർബല പ്രദേശമായി നോട്ടിഫൈ ചെയ്തത്. വിഷയത്തിൽ വളയം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം ഇങ്ങനെ: സെക്രട്ടറിയാണ് അത് കൊടുത്തിട്ടുള്ളത്. ഈ സർവേ നമ്പറിലുള്ള ഭൂമിയെല്ലാം തന്നെ പിന്നെ വനം വകുപ്പ് അങ്ങോട്ടേക്ക് എടുത്തിരുന്നുള്ളൊരു വർത്താനെല്ലാം പറയുന്ന കേട്ടില്ല. EFL ഭൂമിയുടെ അതിർത്തി പോലും പരിശോധിക്കാതെയാണ് പഞ്ചായത്ത് വീട് നിർമ്മാണത്തിന് വിലക്ക് ഏർപ്പെടുത്തുന്നതെന്നാണ് ആരോപണം. പഴി വനം വകുപ്പിന്റെ ചുമലിൽ വയ്ക്കുകയും ചെയ്യുന്നു. സുശാന്ത് വടകരയ്ക്കൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്.
ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പൂവ് കൊണ്ടുവരുന്നതിന് നിയന്ത്രണം വേണമെന്ന സർക്കാർ നിലപാട് പൂവിപണിയെ പ്രതിസന്ധിയിലാക്കുമെന്ന് വ്യാപാരികൾ. പച്ചക്കറി ഉൾപ്പെടെ കൊണ്ടുവരുന്നതിന് നിയന്ത്രണമില്ലാത്ത സാഹചര്യത്തിൽ പൂവിന് വിലക്കേർപ്പെടുത്തരുതെന്നാണ് പൂക്കച്ചവടക്കാരുടെ ആവശ്യം. നാളെ അത്തം മുതൽ വീടുകളിൽ പൂക്കളമിട്ട് തുടങ്ങുമെങ്കിലും പൂവിപണി ആശങ്കയിലാണ്. കോവിഡ് വ്യാപന സാധ്യത കണക്കിലെടുത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പൂവ് കൊണ്ടുവരുന്നതിൽ നിയന്ത്രണം വേണമെന്ന സർക്കാർ നിലപാട് വിപണിയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് പൂവിപണി നിലനിൽക്കുന്നത്. തദ്ദേശീയമായി പൂക്കൾ കിട്ടാൻ പ്രയാസമാണെന്നും ഇവർ പറയുന്നു. കേരളത്തിൽ ഒട്ടാകെ 10 ലക്ഷം തൊഴിലാളികളാണ് ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മേഖലയെ തകർക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി ഇങ്ങനെയൊരു പ്രസ്താവന ഇറക്കിയത്. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കേരളത്തിലേക്ക് പ്രധാനമായും പൂവെത്തുന്നത്. പൂവിപണിയെ ബാധിക്കുന്ന തീരുമാനമെടുക്കരുതെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകാനൊരുങ്ങുകയാണ് വ്യാപാരികൾ. ഇന്നലെ പാലക്കാട് വ്യാപാരികൾ പ്രതിഷേധ സമരം നടത്തുകയുണ്ടായി. ന്യൂസ് 18 പാലക്കാട്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ നീതി നിഷേധം തുടരുന്നതായി കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ. അന്വേഷണം തുടരാൻ സാധിക്കുന്നില്ലെന്ന് സിബിഐ ഹൈക്കോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും രക്ഷിതാക്കൾ രംഗത്തെത്തിയത്. ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രം റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കേസ് സിബിഐക്ക് വിട്ടത്. കഴിഞ്ഞ സെപ്റ്റംബർ 30 വന്ന വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലിനെ തുടർന്നാണ് നിലവിൽ കേസ് അന്വേഷണം അനിശ്ചിതത്വത്തിലായത്. വാദം പൂർത്തിയായി 8 മാസം പിന്നിട്ടിട്ടും ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം വൈകുകയാണ്. ഇതിനിടെയാണ് പ്രതികളിൽ ചിലർ നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ അന്വേഷണം നടത്തുന്നതിലെ പ്രതിസന്ധി സിബിഐ കോടതിയെ ധരിപ്പിച്ചത്. നിലവിലെ സാഹചര്യം തെളിവുകൾ നശിപ്പിക്കുന്നതിന് ഇടയാക്കുമെന്നാണ് കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ വാദം. വിധി വന്നാൽ മാത്രമേ അന്വേഷണം നടക്കൂ. ഈ അന്വേഷണം നടക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇല്ലത്തോളം കാലം. നമുക്ക് ഇതിൻ്റെ തെളിവുകൾ നശിക്കപ്പെടുന്ന ഏറ്റവും വലിയൊരു ആശങ്കയാണ് നമുക്കുള്ളത്. സർക്കാർ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേസിൽ ഇരകൾക്ക് നീതി കോടതി ഉറപ്പാക്കണമെന്നാണ് കുടുംബാംഗങ്ങളുടെ വാദം. അത് തെളിവുകളൊക്കെ നശിപ്പിക്കാനും ഉന്നത നേതാക്കന്മാരെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് 1 കോടിയോളം രൂപ ചെലവിട്ട് പാവങ്ങൾക്ക് വേണ്ടി കൂട്ടുനിൽക്കേണ്ട ഗവൺമെൻറ് കൊലപാതകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നിലകൊള്ളുന്നത്. 2019 ഫെബ്രുവരി 17 കല്യോട്ട് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും വെട്ടേറ്റു മരിച്ച സംഭവത്തിൽ പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരൻ ഉൾപ്പെടെ 14 CPM പ്രവർത്തകരാണ് പ്രതികൾ. ന്യൂസ് 18 കാസർഗോഡ്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം വാർത്തകൾ. നമസ്കാരം.